നിങ്ങളൊരു ഫിറ്റ്നസ് ജേണിയിൽ നിങ്ങൾ സക്സസ്ഫുള്ളായിട്ട് ഒരു ചുവട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ സ്കിൽ ഇന്ത്യയുടെ സർട്ടിഫിക്കേഷൻ സെറിമണിയാണ്. എല്ലാവരും നമ്മുടെ കൊല്ലം ബാച്ചാണ് 13 പേരോളം എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 13 പേരും സക്സസ്ഫുള്ളി പാസ്സായിട്ടുണ്ട്. അതുകൂടാതെ ഇതിനകത്ത് നിങ്ങൾ DPT സ്റ്റുഡൻസ് ഉണ്ട്. അവർക്ക് ഇനി കണ്ടിന്യൂസ് അടുത്ത DPTയുടെ എക്സാംസ് വരുന്ന മാസം ഈ മാസം തന്നെ ഉണ്ടായിരിക്കും. അപ്പം ഒരു ഘട്ടം കഴിഞ്ഞു. സ്കിൽ ഇന്ത്യക്കാർ കുറേ പേരുണ്ട്, അവർ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ സർട്ടിഫിക്കറ്റ് സെറിമണിയാണ്. നിങ്ങളുടെ ഫിറ്റ്നസ് ജേണിയിലെ ആദ്യത്തെ ഒരു അക്കാഡമിക് അച്ചീവ്മെൻ്റ് ആണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഒരുവിധം എല്ലാവരും പ്രാക്ടിക്കലും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രാക്ടിക്കലും നല്ല രീതിയിൽ നിങ്ങളത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ ഇനിയുള്ള ആ ഒരു ലൈഫിൽ നിങ്ങൾ ട്രെയിനറായിട്ടൊക്കെ നല്ലോണം വർക്ക് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. വളരെയധികം സക്സസ്ഫുള്ളായിട്ട് നല്ലൊരു പേഴ്സണൽ ട്രെയിനറായിട്ട്, ലോകം അറിയപ്പെടുന്ന ഒരു പേഴ്സണൽ ട്രെയിനറായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊള്ളുന്നു. ഈ ഒരു പ്രൊഫഷൻ ശരിക്കും ഇപ്പോൾ നമ്മൾ ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അത്രയ്ക്കും ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടൊരു പ്രൊഫഷനായി വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ജിമ്മിൽ ട്രെയിനറായിട്ട് മാറുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പം ഹൈലി ക്വാളിഫൈഡ് ആൾക്കാർ, ഈവൻ നമ്മുടെ ബാച്ച് പോലും കഴിഞ്ഞ ബാച്ച് പോലും MBBS കഴിഞ്ഞ MBBS കഴിഞ്ഞ ഡോക്ടേഴ്സ് വരെ ഉണ്ടായിരുന്നു. അതായത് ഹൈലി ക്വാളിഫൈഡ് ആൾക്കാർ പോലും ഒരു ഫിറ്റ്നസ് ട്രെയിനർ എന്നുള്ള ഒരു ജോബ് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അപ്രൂവ്ഡ് കോഴ്സുകളായ സ്കിൽ ഇന്ത്യയോ അല്ലെങ്കിൽ റെപ്സ് ഇന്ത്യ കോഴ്സുകൾ സെലക്ട് ചെയ്ത് പഠിക്കുന്നുണ്ട്. കാരണം ആ ഇൻഡസ്ട്രി അത്രത്തോളം വലുതായിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ നേരത്തെ നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ നമ്മൾ സ്മാർട്ട് എന്ന് പറഞ്ഞൊരു ജിം സ്റ്റാർട്ട് ചെയ്ത്, സ്മാർട്ട് ഫിറ്റ്നസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ജിം സ്റ്റാർട്ട് ചെയ്തിട്ട് 20 ഇയേഴ്സ് ആയിട്ടുണ്ട്. ഈ 20 ഇയേഴ്സിൽ മുമ്പ് സ്മാർട്ട്, അതായത് 2004 സ്മാർട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊല്ലം ജില്ലയിൽ തന്നെ ഏകദേശം ഒരു 4-5 ജിമ്മുകളേ ഉള്ളായിരുന്നു. ഇപ്പോൾ ആ സ്ഥാനത്ത് 500-1000 ജിമ്മുകളുണ്ട്. മാത്രമല്ല ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്തു, വളരെ വലുതായി. പണ്ട് 10 രൂപയോ 25 രൂപയോ ഫീസ് വാങ്ങിച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് 4000-5000 രൂപയൊക്കെ ഫീസ് ചാർജ് ചെയ്യുന്ന ലെവലിലോട്ട് വന്നു. പേഴ്സണൽ ട്രെയിനിങ് ആൾക്കാർ 10,000-10,000 രൂപ പേ ചെയ്യാൻ വില്ലിങ്ങാണ്. കാരണം ആൾക്കാരെ സംബന്ധിച്ചോളം അവരുടെ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരുടെ ഹെൽത്ത് ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ ഫിറ്റ്നസ് ലെവൽ മാറിക്കൊണ്ടിരിക്കുകയാണ്, ഹെൽത്ത് വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, അവരുടെ ഫിറ്റ്നസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എത്ര രൂപ വേണമെങ്കിലും അവർക്ക് റിസൾട്ട് കിട്ടിയാൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ റെഡിയാണ്. അത്രത്തോളം ഈ ഒരു മാർക്കറ്റ് വലുതായിട്ടുണ്ട്. അത്രത്തോളം ഈ ഒരു ഇൻഡസ്ട്രി വളരെ രീതിയിൽ വലുതായിട്ടുണ്ട്. ഇൻഡസ്ട്രിയുടെ ഏകദേശം ഒരു 10% ഗ്രോ ചെയ്തിട്ടുള്ളൂ. ഇനി അതിൻ്റെ ഗ്രോത്തുകൾ ഇനി കിടക്കാൻ പോകുന്നേ ഉള്ളൂ. സോ നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ ഒരു ട്രെയിനർ ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എവിടെയെങ്കിലും ജോബ് അപ്ലൈ ചെയ്യാനുള്ള ഒരു ക്വാളിഫിക്കേഷനേ ആയിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ പെർഫോം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടൊരു ട്രെയിനറായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെർഫോം ചെയ്യണമെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള നോളജ് അത് നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുത്ത് ഒരു പേരുള്ള ട്രെയിനറായിട്ട് മാറാൻ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മൾ ആ പ്രൊഫഷൻ സക്സസ് ആവത്തുള്ളൂ. അത് ഏത് പ്രൊഫഷനായാലും, നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ നോക്കിയാലും ഒരു ലോയറെ നോക്കിയാലും അവർ സക്സസ്ഫുൾ ആവണമെങ്കിൽ അവർ പ്രൊഫഷണലി അവർ പഠിച്ച കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കിയാൽ മാത്രമേ പറ്റത്തുള്ളൂ. സോ നിങ്ങളെല്ലാം നല്ലോണം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി അത് നിങ്ങളുടെ പ്രൊഫഷനിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നിങ്ങൾ സക്സസ്ഫുൾ ആവുക, നല്ല അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവുക, ലക്ഷങ്ങളും കോടികളൊക്കെ വാല്യൂ ഉള്ള ട്രെയിനറായിട്ട് നിങ്ങൾ മാറട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഇന്ന് ഈ സർട്ടിഫിക്കേഷൻ സെറിമണിക്ക് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് റിവാർഡ് തരുന്നത് ഫിറ്റാമേറ്റിൻ്റെ MD ആണ്. നിങ്ങളാരും പലരും നേരിട്ട് കണ്ടിട്ടില്ല സാറിൻ്റെ വോയിസ് ആയിരിക്കും കൂടുതൽ നിങ്ങൾ കേട്ടുള്ളത്. സോ സൈസാർ ഇന്ന് നമ്മുടെ എല്ലാവരും ഭാഗ്യം കൊണ്ട് സൈസാറിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ സാറായിരിക്കും നിങ്ങൾക്ക് ഇന്ന് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. സോ സൈസാറിനെ ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തുള്ളതാണ്. ഗ്രാജുവേഷൻ നടക്കുക. ഗ്രാജുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പണ്ട് കാലത്ത് ഇപ്പോൾ സിബു പറഞ്ഞ പോലെ തന്നെ ഒരു 20 ഇയേഴ്സിന് മുമ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും ആർക്കും അറിയില്ലായിരുന്നു, അല്ലേ? അപ്പോൾ സർട്ടിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ചിന്തിക്കുന്നത് ഏതോ ഒരു ബോഡി ബിൽഡിങ്ങിൻ്റെ ഒരു പരിപാടിയിൽ എന്തെങ്കിലും ഒരു ദിവസം പോയിട്ട് നിങ്ങൾ പങ്കെടുത്ത് കഴിയുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും, അതാണ് ഫിറ്റ്നസ്സിലെ സർട്ടിഫിക്കറ്റ് എന്നും പറഞ്ഞിട്ടാണ് നമ്മളുടെ അടുത്തേക്ക് ജോലിക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ അക്കാലത്തൊക്കെ ഞാൻ വലിയ കോർപ്പറേറ്റ് ജിമ്മുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ് ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ കേരളത്തിൽ ഒരാൾ പോലും ഇല്ല. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടൊരു ഇൻ്റർനാഷണൽ ഫിറ്റ്നസ് സെൻറ്ററിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഫിറ്റ്നസ് കൾച്ചർ തന്നെ തുടങ്ങുന്നത് കേരളത്തിൽ തൽവാക്കേഴ്സ് ബെറ്റർ വാല്യൂ ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ടാണ്. അവരാണ് ഇന്ന് കാണുന്ന ഒരു എയർ കണ്ടീഷൻ ഫിറ്റ്നസ് സെൻറ്റർ
ഇന്ന് കേരളം മുഴുവൻ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യം നമ്മൾ നന്ദി പറയണം. അത് ബോംബെക്കാരായിരുന്നു, അവർ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. അവർ വന്ന് MG റോഡിലൊരു ബ്രാഞ്ച് തുടങ്ങി, ദെൻ തിരുവനന്തപുരത്ത് തുടങ്ങി, ദെൻ പാലക്കാട് തുടങ്ങി, ഇങ്ങനെ 3 തുടങ്ങിയപ്പോൾ അവരുടെ ചുവട് പിടിച്ച് ഒരുപാട് സെൻറ്ററുകൾ ഈ അടുത്ത് കഴിഞ്ഞ ഒരു 5-8 വർഷമായിട്ടുള്ളൂ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഫാമിലി ഫിറ്റ്നസ് സെൻറ്റേഴ്സ് കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ജിമ്മ് ഫിറ്റ്നസ് സെൻറ്റർ ഇപ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ജനങ്ങൾക്കത് മനസ്സിലായിട്ടില്ല, ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. എന്താ സംഭവം, ഇത് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായിട്ടുണ്ടോ? എന്താണ് ജിം, എന്താണ് ഫിറ്റ്നസ് സെൻറ്റർ എന്ന്? നമ്മളെ സംബന്ധിച്ച് ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ എബിലിറ്റി കൂടുകയാണ്. മനസ്സിലായി? ജിം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിരുന്ന ഒരു ട്രഡീഷണൽ പാറ്റേൺ ഉണ്ട്. അവിടെ ഒരു ബോഡി ബിൽഡിങ് നമ്മൾ ചിന്തിച്ചത് എന്താണ്, അവിടെ ഒരു മസിൽസൊക്കെ ഉണ്ടാക്കണം, അങ്ങനെയുള്ളതിന് മാത്രം പോയാൽ മതി. എനിക്കിപ്പോൾ മസിലൊന്നും അത്ര ഇഷ്ടമല്ല, അത് കാരണം ഞാൻ പോകുന്നില്ല. ഈ ഒരു തോട്ട്സിലായിരുന്നു നമ്മൾ ഇത്രയും കാലം ഫിറ്റ്നസ് സെൻറ്ററിനെ സമീപിച്ചത്. പക്ഷേ ഇപ്പോൾ മാറിയല്ലേ? ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പോവുകയാണ്. അത് വണ്ണം കൂടിയതും കുറഞ്ഞതും എല്ലാവരും പോകും. അപ്പോൾ വണ്ണം കുറഞ്ഞവർ ജിമ്മിൽ പോകാമെന്ന് പറയുമ്പോൾ വീട്ടിലൊക്കെ നിങ്ങളുടെ നാട്ടും പുറത്തൊക്കെ ചോദിക്കും, എന്തിനാ നീ ജിമ്മിൽ പോകണം? അതായത് വണ്ണം കൂടിയവർ മാത്രമേ ജിമ്മിൽ പോകാൻ പാടുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഇല്ല, എല്ലാവർക്കും പോവാം. എന്താണ് ഫിറ്റ്നസ്? അപ്പോൾ മിനിമം ആ ഒരു ഡെഫിനിഷനെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എപ്പോഴും ക്ലാസ്സിലൊക്കെ പറയുന്നതാണ്, ഫിറ്റ്നസിൻ്റെ ഡെഫിനിഷനെങ്കിലും അറ്റ്ലീസ്റ്റ് ഫിറ്റ്നസ് പ്രൊഫഷണൽസ് പഠിച്ചിരിക്കണം. എന്താണ് ഫിറ്റ്നസ്? വാട്ട് ഈസ് ഫിറ്റ്നസ്? സോ ദർ ഈസ് എ സിമ്പിൾ വേർഡ്. നമ്മളെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നമ്മൾ ഒരു തരത്തിലും ടയർഡ്നെസ് ഇല്ലാതെ നമുക്ക് എത്രത്തോളം മാക്സിമമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ശരീരം നിങ്ങൾക്കുണ്ടോ, അത് നിങ്ങൾ ഫിറ്റാണ്. എന്തൊക്കെയുണ്ട് നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസ്? ഇപ്പം ഞാൻ ട്രെയിനിൽ വന്നായിരുന്നു. ട്രെയിനിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ കൂടെ മേലെ കയറി വരണേ, നല്ലത് ഇവിടുന്ന് ചാടിക്കിടന്നാൽ മതി അല്ലേ, പുറത്തേക്ക്. അപ്പോൾ കുറേ ആൾക്കാരങ്ങ് ചാടി കിടക്കണം. അപ്പോൾ വലിയ ആൾക്കാരൊക്കെ അങ്ങോട്ട് ചാടാൻ നോക്കുന്നുണ്ട്. ചില ആൾക്കാർ അവിടെ കയറി ഇരുന്ന് മറിഞ്ഞ് ഉരുണ്ട് വീണ് ഇന്നൊരുത്തൻ്റെ ഫോണും പൊട്ടി. ഞാൻ സീനൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. സോ ദാറ്റ് മീൻസ് ഈ 20 വയസ്സാണ്, 25 വയസ്സാണ്, 30 വയസ്സാണ്, ഇതൊന്നും പോസിബിൾ ആവുന്നില്ല. ഒരു പട്ടി ഓടിച്ചിട്ട് ഓടണ്ടേ? അയ്യോ എനിക്ക് ഫിറ്റ്നസ് കുറവായി, എന്നെ കടിച്ചോളൂ എന്ന് നമ്മൾ പറയുമോ? നമ്മൾക്ക് ഒരു ബസ് ഓടിക്കയറണം അല്ലേ, മേലെ ഇരിക്കുന്ന സാധനം എടുത്തു കൊടുക്കണം, ചിലപ്പോൾ വീട്ടിൽ ഗ്യാസ് വരണത് വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കണം. ഇതൊക്കെ സാധാരണക്കാർക്ക് ചെയ്യേണ്ടതല്ലേ? ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ടയർഡ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? ഐ എം നോട്ട് ഫിസിക്കലി ഫിറ്റ്. അപ്പോൾ ഈ ഒരു കപ്പാസിറ്റി കൂട്ടുന്നതിലാണ് നിങ്ങൾ ഫിറ്റ്നസ് പ്രൊഫഷണൽസ് എല്ലാ തരത്തിലും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ ആർക്ക് ഫിറ്റ്നസ് സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യാം, ആരൊക്കെയാണ് നമ്മുടെ ക്ലയൻസ്, എന്താണ് അവർക്ക് നമുക്ക് കൊടുക്കേണ്ടത് എന്നൊക്കെ ഒരു വ്യക്തമായ ഒരു ധാരണയോടുകൂടെ വേണം ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങാനായിട്ട്. അല്ലാണ്ട് ഞാൻ മസിൽ മാത്രമേ ചെയ്യുള്ളൂ, ഞാൻ വെയിറ്റ് ലോസ് മാത്രമേ ചെയ്യുള്ളൂ, നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഇപ്പോൾ വേണമെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ അക്കാഡമിയിൽ പഠിച്ച ആൾക്കാർ ക്രിക്കറ്റിലെ കോച്ചിങ് ടീമിൽ ഫിറ്റ്നസ് പ്രൊഫഷണലായിട്ടുണ്ട്. ഒരുപാട് നോർത്ത് ഇന്ത്യൻസൊക്കെ ഉണ്ടായിട്ട് മലയാളിയായിട്ടുള്ള ആ പയ്യനാണ്, അതും കോഴിക്കോടുകാരനായിരുന്നു. നാട്ടുകാരെയൊക്കെ പിരിവെടുത്തിട്ട് അവനും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊടുത്തു. പാവപ്പെട്ട ഒരു വീട്ടിലൊരു പയ്യനായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിലെ കോച്ചിങ് ടീമിലേക്ക് സെലക്റ്റഡ് ആയി. അപ്പോൾ ദാറ്റ് മീൻസ് ഇതുപോലെ പലതരത്തിലും നിങ്ങൾക്ക് പ്രൊഫഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ജിമ്മ് മാത്രമല്ല, ഇനി പല ആൾക്കാരും ഇപ്പോൾ ഷിപ്പിലുണ്ട്. ക്രൂയിസ് ഷിപ്പിൽ കഴിഞ്ഞ 5-8 വർഷമായിട്ട്, കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രാജുവേഷൻ സെറമണിക്ക് ഒരാഴ്ചക്ക് മുമ്പ് ആദ്യം പഠിച്ചു പോയ ഒരു ഗ്യാങ്ങിൽ പിള്ളേർ വന്നു. അവൻ ഇന്ന് മേടിക്കുന്ന സാലറി 3.5 ലക്ഷം രൂപയാണ്. അവൻ്റെ അനിയനെ കൊണ്ട് പഠിപ്പിക്കാൻ കൊണ്ടത് ചേർത്തു. എന്നാൽ അവനറിയാം ഇനി എങ്ങോട്ട് ഏത് ഷിപ്പിലൊക്കെ വിടണമെന്ന് അവനറിയാം. കാരണം വെച്ചാൽ ഇവന് 8 വർഷമായിട്ട് ക്രൂയിസ് ഷിപ്പിൽ, ഞാൻ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. നമ്മൾ ടൈറ്റാനിക്കൊക്കെ കണ്ടിട്ട് ആ ഒരു ഷിപ്പിൻ്റെ രീതിയൊക്കെ അങ്ങനെ കണ്ടുള്ളൂ. അവന് അതുപോലത്തെ 4-5 ഷിപ്പുകൾ കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ബാച്ചിലും സെലക്റ്റഡായി പോയി. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് കരിയർ മേഖലകൾ തുറന്ന് വരുന്ന ഒരു തുടക്കഘട്ടം മാത്രമാണിത്. പല ആൾക്കാരും വിചാരിക്കും എന്താണ് ഫിറ്റ്നസ് പ്രൊഫഷൻ, എന്താണ് ഈ പഠിക്കുന്നത്, ഒരുപാട് അക്കാഡമികൾ വരുന്നുണ്ടല്ലോ. ഈ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മലയാളിയുടെ ചിന്ത എന്താണെന്നറിയാവോ? ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പഠിച്ചു, ഇനി അവനും പഠിച്ചു കഴിഞ്ഞാൽ അവനും ജോലി കിട്ടും, അപ്പം മൊത്തം നിറഞ്ഞു പോകും. വേണ്ട, അതുകൊണ്ട് അവനോടൊന്നും പറയണേ ഞാൻ പഠിച്ച സ്ഥലമൊന്നും. അങ്ങനെയല്ലേ എല്ലാവരും ചിന്തിക്കണേ? നീ എവിടെ പഠിച്ചാന്ന് വെച്ചാൽ നിങ്ങളെന്ത് പറയും? എടാ അത് കൊള്ളൂലടാ, പന്ന കോഴ്സാണ്, നീ ഒന്നും ചെയ്യണ്ട. കാരണം വെച്ചാൽ ഇവനെന്താ ആവശ്യം? ഇവന് നേരെ അങ്ങോട്ട് പോകണം അല്ലേ, പുറത്തേക്ക് പോകണം. അഞ്ഞ് ദുബായിലേക്ക് ഉണ്ടെന്ന് കരുതിയിട്ട് വിളിക്കും, അവൻ വിളിക്കും, എടാ എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകാം. എടാ ഇവിടെ ഭയങ്കര കഷ്ടപ്പാടാടാ, മൊത്തം ബുദ്ധിമുട്ടാണ്, നീ വരണ്ട. കാരണം വെച്ചാൽ അവൻ്റെ വീട് രക്ഷപ്പെടുമല്ലോ. മലയാളീൻ്റെ ഏറ്റവും ഒരു നേച്ചറാണത്, മനസ്സിലായോ? ഒരുപാട് നല്ല ബ്രോഡ് തോട്ട്സൊക്കെ ഉള്ള ഫിറ്റ്നസ് പ്രൊഫഷണൽസ് ഉണ്ട്. അപ്പോൾ ആ തരത്തിൽ നിങ്ങളത് ചിന്തിച്ചിട്ട് മാക്സിമം നോളജും നാട്ടുകാരോട് പറഞ്ഞ് മനസ്സിലാക്കി അവയർനെസ് കൊടുത്ത് ഈ ഫീൽഡിൽ പോവാം. നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻ്റ് ആവും ഒരു ദിവസം.
ഓക്കെ എനിക്ക് ഫിറ്റ്നസ്സിൽ എന്ത് ചോദിച്ചാലും ഇവിടെ നിന്ന് സംസാരിക്കാം എന്ന് കോൺഫിഡൻ്റ് ആവണം വരെ നിങ്ങൾ യാത്ര തുടങ്ങുക. ഇനിയെങ്കിലും ആ ബുക്സൊക്കെ ഒന്നുകൂടെ തുറന്ന് മറിച്ച് ഞാനിതൊക്കെയാണ് പഠിച്ചത് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കും. ബിക്കോസ് എപ്പോഴും നമുക്ക് ആവശ്യമാണത്. ബിക്കോസ് ഒരു ഡോക്ടർ പഠിച്ചു വരണം, അല്ലെങ്കിൽ നഴ്സ് പഠിച്ചു വരണം, അവർക്ക് പലപ്പോഴും അവർക്ക് ബുക്ക് റെഫർ ചെയ്യേണ്ടി വരും. ഒരു വക്കീൽ പഠിച്ചു വരണം, ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇതുപോലെ തന്നെ അവർ ഹൈക്കോടതിയിൽ നിന്ന് ഇതെല്ലാം കിട്ടിയിട്ട് അവർക്ക് പിന്നെ ആ ബുക്കുകളിലേക്ക് തിരിച്ചു പോവില്ലേ? ഏത് ലോ ആണ് എപ്പോഴും ഒരു കേസ് വരുമ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പോകേണ്ടി വരും പലതും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നോളജ് ആണ് നമ്മളെ ഇപ്പോൾ എന്നെ ഇവിടെ നിർത്തിയതും എൻ്റെ തലയും എൻ്റെ നാവും അല്ലേ. ഞാൻ പറയും എൻ്റെ ഇവിടേക്ക് മേലെ പോയാൽ ഞാൻ ജീവിക്കത്തില്ല, എനിക്ക് ഇതിന് താഴേക്ക് പോയാൽ ഞാൻ സൂപ്പറായിട്ട് ജീവിക്കും. ബിക്കോസ് എനിക്ക് ഇത്രയും കിട്ടിയാൽ മതി. അപ്പോഴും നമ്മൾ എന്താണ് നമ്മുടെ തലയും നോളജും നിങ്ങൾക്ക് അത് മാത്രമാണ് ഉള്ളത്. രണ്ടും ഉണ്ട്, പിന്നെ അത്യാവശ്യം മസിലൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് ആ മസിലില്ലാത്തതുകൊണ്ടാണ് ഈ കോട്ടിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ വയറൊക്കെ ഒളിപ്പിച്ച് വെച്ചേക്കണേ. മനസ്സിലായോ? അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേറൊരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റിനൊക്കെ തരണേ. അപ്പം നിങ്ങളെ കണ്ടിട്ട് എനിക്കും അസൂയാണ്. ആ നോളജിനോടൊപ്പം ആ നോളജും കൂടെ നിങ്ങൾ കയറ്റി കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് വാ, പുറത്തേക്ക് വാ. അപ്പം നിങ്ങളാണിത് ഇനി ലോകം മുഴുവൻ അറിയിക്കേണ്ടത്. മനസ്സിലായോ? 47 വയസ്സായി എനിക്ക് കേട്ടോ. അപ്പോൾ ഇനി എത്ര കാലമൊക്കെ നമ്മൾ ഒരു ഏജ് ലിമിറ്റ്, ഒരു സാധാരണ മലയാളിയുടെ ആയുസ് എന്ന് പറയുന്നത് 60 to 70 അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഫിറ്റ്നസ് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോയാൽ ചിലപ്പോൾ 90 years വരെ പോവും അല്ലേ. ഇതുപോലെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഇന്ന് ചെയ്യേണ്ട മിനിമം കാര്യങ്ങൾ സ്വന്തമായിട്ടൊരു ഇൻസ്റ്റാ പേജൊക്കെ ഉണ്ടാക്കുക. ദെൻ നിങ്ങളുടെ ഫിറ്റ്നസ് പ്രൊഫഷണൽ ആണെന്നുള്ള യാത്ര തുടങ്ങുക. നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് എങ്കിലും വീട്ടിലുള്ള അച്ഛനെ അമ്മനെ ആരെങ്കിലും, ആൻറ്റീനെ ചിറ്റനെ ആരെങ്കിലുമൊക്കെ നിങ്ങൾ ട്രെയിൻ ചെയ്ത് തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ഡയറ്റ്, എക്സസൈസ്, എങ്ങനെയാണ് അവരുടെ വെയിറ്റ് പോകുന്നത്, എങ്ങനെയാണ് അവർക്കുള്ള ഗുണങ്ങൾ കിട്ടുന്നത്, അവരുടെ എബിലിറ്റി കൂടുന്നത്, ഇതൊക്കെ നിങ്ങൾ അസസ് ചെയ്ത് നിങ്ങൾ ഏറ്റവും നല്ല ഫിറ്റ്നസ് പ്രൊഫഷണലായിട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൺഗ്രാജുലേഷൻ ഓൾ ഓഫ് യു. ദെൻ നമുക്ക് പരിപാടി തുടങ്ങാം.